ഹലോ കൂട്ടുകാരെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഇന്നലെ നമ്മളൊരു നൈറ്റി ഫ്രോക്കിന്റെ കട്ടിംഗ് വീഡിയോ ചെയ്തിരുന്നല്ലോ. അത് എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അതിന്റെ സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം അത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ നമ്മൾ രണ്ട് നെക്കിനുള്ള പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പേപ്പർ സ്റ്റിച്ചിൽ കട്ട് ചെയ്ത് തുണിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ആദ്യമേ കട്ട് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് തുണിയൊന്നും അധികത്തിൽ ഇടേണ്ടുന്ന ആവശ്യമില്ല. കാരണം നമ്മൾ ഇതേല് പൈപ്പിംഗ് വെച്ച് കൊടുക്കാനാണ് പോകുന്നത്. അങ്ങനെ രണ്ട് പീസിനെയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് നെക്കിന്റെ ഒരു പാറ്റേൺ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് പൈപ്പിംഗ് വെച്ച് കൊടുക്കണം. അതിന്റെ 3 സൈഡിലും പൈപ്പിംഗ് വെച്ച് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ക്രീം കളറിലെ തുണി എടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് വെട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു ക്രോസ് ആയിട്ടുള്ള തുണിയെ എടുത്തിട്ട് അതിനെ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് വീതിയിൽ നമ്മൾ തുണിയെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതേ രീതിയിൽ നമുക്ക് ആവശ്യമുള്ളത്ര ക്രോസ് പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. ഞാനിവിടെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് തുണിയെ ജോയിന്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ തുണിയെ നെക്കിന്റെ പാറ്റേണിൽ വെച്ചുകൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ പാറ്റേൺ വെട്ടിയിരിക്കുന്നതിന്റെ, നമ്മൾ ഈ തുണിയിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നതിന്റെ നല്ല വശം നമ്മൾ ഈ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന തുണിയിൽ വെച്ച് കൊടുക്കണം. നമ്മളിത് വെച്ച് കൊടുക്കുമ്പോൾ നല്ല വശവും ചീത്ത വശവും നോക്കി വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ. പേപ്പർ ക്യാൻവാസിന്റെ ഏറ്റവും സൈഡിൽ കൂടി വേണം നമ്മളിതിനെ വെച്ച് കൊടുക്കുന്നതിന്. നമുക്ക് തിരിച്ചു വേണമെങ്കിലും വെച്ച് കൊടുക്കാം. പക്ഷെ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാമെങ്കിൽ നമുക്കതിന്റെ വീതി എത്രത്തോളം വരുന്നുണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മൂല വരുന്ന വശം നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് വേണം വെച്ച് കൊടുക്കുന്നത്. വളരെ സാവധാനത്തിൽ തന്നെ നമ്മളിതിനെ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഈ മൂല വരുന്ന ഭാഗം ലേശമൊന്ന്
കട്ട് ചെയ്ത് വിടണം. അതിനെ വീണ്ടും നമ്മൾ പന്നവശത്തേക്ക് തിരിച്ചിടുക. തിരിച്ചിട്ടതിന് ശേഷം ഈ ക്രോസ് പീസിനെ ഉള്ളിലേക്ക് മടക്കി നമുക്ക് എത്ര വീതി വേണോ അത്രത്തോളം ഉള്ളിലേക്ക് മടക്കി കൊടുത്തുകൊണ്ട് ഒന്നുകൂടി നമ്മൾ അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ എത്രത്തോളം വീതി കുറച്ചാണോ നമ്മൾ ആ പൈപ്പിങ്ങിനെ വെച്ച് കൊടുക്കുന്നത് അതാണ് കാണാൻ കൂടുതൽ ഭംഗിയായിട്ടുള്ളത്. നമ്മൾ ക്രോസ് പീസ് നല്ലതായിട്ട് വളഞ്ഞു കിട്ടുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് കൂടുതൽ നല്ലതായിട്ട് ക്രോസ് പീസ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ വളരെ സാവധാനത്തിലാണ് ഇത് കാണിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ നമ്മൾ ഈ 2 പീസിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്ക് പാറ്റേൺ ഇവിടെ നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള തുണിയുടെ മാച്ചിങ് ആയിട്ട് വരുന്ന തുണി എടുത്ത് അതിൽ ഈ നെക്ക് പാറ്റേൺ വെച്ച് കുറച്ചുകൂടി ഭംഗിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇത് സെയിം തുണി കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ തുണിയെ എടുത്ത് വെച്ച് 2 പീസ് എടുക്കണം. എടുത്തിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാറ്റേൺ വെച്ച് കൊടുക്കണം. അതിന് നമ്മൾ സെന്ററിൽ നിന്നും 3 ഇഞ്ചാണ് ഞാൻ കഴുത്തകലം എടുത്തിട്ടുള്ളത്. ആ 3 ഇഞ്ച് വീതം 2 സൈഡിലേക്കും അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം നെക്ക് പാറ്റേൺ നമ്മൾ കറക്റ്റായി തന്നെ തുണിയിൽ വെച്ചു കൊടുത്തിട്ട് പേർപ്പിന്ന് കൊണ്ട് അതിനെ കറക്റ്റ് ചെയ്ത് കുത്തി കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മളിത് പാറ്റേൺ വെച്ചു കൊടുക്കുമ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ നെക്കിന്റെ പോർഷൻ ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ
ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത സൈഡ് നമ്മൾ ചെയ്തെടുക്കണം. ഒന്നുമില്ലാതെ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ ഈ പാറ്റേൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നെക്ക് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് വേണ്ടാത്ത ഭാഗം ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് കറക്റ്റായിട്ട് തന്നെ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ഈ അധികം കിടക്കുന്ന തുണി നമ്മൾ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം. പിന്നീട് ഈ അധികത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുന്ന തുണിയെ ഉള്ളിലേക്കാക്കി വീണ്ടും ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇപ്പൊ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പീസിനെ മാറ്റി വെച്ചിട്ട് ബാക്ക് പീസിനെ എടുക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ബാക്ക് നെക്ക് വെട്ടുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോയിൽ അതുകൂടി ഞാൻ പറഞ്ഞു തരികയാണ്. 3 ഇഞ്ച് കഴുത്തകലമാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ 3.5 അല്ലെങ്കിൽ 4 ഇഞ്ച് ബാക്ക് കഴുത്തിന്റെ ഇറക്കവും എടുക്കണം. അതിനെ ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ച് വെട്ടിയെടുക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ. അടുത്തതായി നമുക്ക് ഈ ബാക്ക് പീസിൽ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ക്രോസ് പീസ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ നമ്മൾ നെക്ക് പാറ്റേൺ വെച്ച് കൊടുത്തതിന്റെ ബാലൻസ് 2 പീസ് തുണി ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2.90 തുണി ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഒന്നും തുണിയെ കിട്ടത്തില്ല. നമ്മൾ ഇതിൽ നിന്നാണ് ക്രോസ് പീസ് വെട്ടിയെടുക്കുന്നത്. ക്രോസ് പീസ് വെട്ടാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇതിനെ നമുക്കിനി ജോയിന്റ് ചെയ്തെടുക്കണം.
ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ നമ്മൾ സൈഡിലെ ഷേപ്പ് ചെയ്യുകയോ എല്ലാം ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കണം. അതിനുശേഷം ഈ തുണിയെ രണ്ടായിട്ടൊന്ന് മടക്കണം. മടക്കി നമ്മുടെ ബാക്ക് നെക്കിന്റെ നല്ല വശത്ത് വെച്ചു കൊടുക്കണം. അതിനെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കണം. ഒരു 1.5 ഇഞ്ച് വീതിയുള്ള തുണിയെ എടുത്താൽ മതിയാവും നമുക്ക് ക്രോസ് പീസ് വെക്കുന്നതിന്. അധികം വരുന്ന തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് റൗണ്ട് ചെയ്ത് കിട്ടും. അടുത്തതായി നമുക്ക് ഷോൾഡർ യോജിപ്പിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ബാക്ക് നെക്ക് എടുത്തിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ച് കൊടുത്തിരിക്കുന്ന ഈ ഭാഗത്തായി നമ്മുടെ ഈ ഫ്രണ്ട് പീസിന്റെ ഷോൾഡർ ഭാഗം ഉള്ളിലേക്ക് കയറ്റി നല്ലതായിട്ട് വെച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ 2 വശവും നമ്മൾ ചെയ്തെടുക്കണം. ഇനി നിങ്ങൾക്കിത് മനസ്സിലായി കാണുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ വരുന്ന ഇതിന് ഉള്ളിലേക്ക് ഫ്രണ്ട് പീസിന്റെ ഈ നെക്കിന്റെ ഭാഗം വരുന്നതിനെ നന്നായി ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിതിനെ അടിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ അത് പുറത്തേക്ക് തള്ളി നിൽക്കും. അതിനുശേഷം ബാക്ക് നെക്കിന്റെ ക്രോസ് പീസ് വെച്ച് കൊടുത്ത ഭാഗത്തിന് നമ്മൾ ഉള്ളിലേക്കാക്കി അടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ? അടുത്തതായി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. ഷോൾഡറിന്റെ സെന്റർ ഭാഗവും അതുപോലെ തന്നെ സ്ലീവിന്റെ സെന്ററും കണ്ടതിന് ശേഷം അവിടെ നിന്ന് വേണം നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കാൻ തുടങ്ങുന്നത്. എപ്പോഴും നമ്മൾ തുടങ്ങുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് വേഗം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തുടങ്ങുന്നതും നമ്മൾ നിർത്തുന്ന ഭാഗത്തും ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ നോർമൽ സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത്, പഫ് സ്ലീവ് അല്ല. പഫ് സ്ലീവിന്റെ ഞാൻ അടുത്തൊരു ഫ്രോക്ക് നൈറ്റിയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരുന്നതാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് വരെ കൊണ്ടുപോയിട്ട് വീണ്ടും തിരിച്ച് വീണ്ടും അടിക്കുക. അടിച്ച് സ്ലീവിന്റെ ഇങ്ങേ അറ്റം വരെ കൊണ്ടുവന്ന് അതിനെ വീണ്ടും തിരിച്ചടിച്ച് നടുക്കായി കൊണ്ടുവന്ന് ഡബിൾ സ്റ്റിച്ച് ഇട്ട് നിർത്തണം. ഞാൻ സ്റ്റിച്ച് ചെയ്യുകയും വീഡിയോ ഇതിൽ പറയുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ഇതൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും
ക്ഷമിക്കുക. മനസ്സിലാവുന്നില്ലെങ്കിൽ അത് പ്രത്യേകിച്ചും പറയണേ, എന്നാലേ എനിക്കതിനെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ 2 സ്റ്റിച്ചും 2 സ്ലീവും ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ സ്ലീവ് രണ്ടും തയ്ച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കൈയുടെ വണ്ണം എത്ര എന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് അടുത്തതായിട്ട് നമ്മൾ വള്ളി വെക്കാനായിട്ട് 2 തുണിയെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ നമ്മൾ ആദ്യം ചരിച്ച് ഒന്ന് അടിച്ചെടുക്കണം. നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം അതിനെ നമ്മൾ ചരിച്ച് അടിച്ചെടുക്കാൻ. അതിനുശേഷം അതിനെ നല്ല വശത്തേക്ക് തിരിച്ചിട്ടെടുക്കണം. ഇതിന്റെ മൂല കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും വെച്ച് ഇതിനെ ഒന്ന് കുത്തിയെടുക്കണം. വീണ്ടും അതിനെ ഉള്ളിലേക്ക് ഒന്നൊരു 1/4 ഇഞ്ച് മടക്കി കൊടുക്കണം. രണ്ട് സൈഡിലും 1/4 ഇഞ്ച് വീതം ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ഒരേ രീതിയിൽ ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ 2 വള്ളി നമ്മൾ റെഡിയാക്കി മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളിവിടെ കൈവണ്ണം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഏഴ് ഇഞ്ച് കൈവണ്ണമാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ താഴെ വരെ അടിച്ചു കൊടുക്കണം. അതിനു മുൻപ് നമ്മളിവിടെ വേസ്റ്റിന്റെ അളവ് 14 ഇഞ്ച് താഴെയായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കട്ട് ചെയ്ത സമയത്ത് തന്നെ അവിടെയായിട്ട് ഉള്ളിലായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള വള്ളി നമ്മളിങ്ങനെ ഉള്ളിലായിട്ട് വെച്ചു കൊടുക്കണം. വെച്ചു കൊടുക്കുമ്പം നമ്മൾ ആ വള്ളി വെച്ച ഭാഗത്ത് വരുമ്പോൾ അവിടെ ഒരു ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്ന കാര്യം മറക്കരുത്. നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ കയറി കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരുന്നതായിരിക്കും. അതൊന്ന് പ്രസ് ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ 2-3 സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്ക് നമ്മുടെ നൈറ്റി ഫ്രോക്കിന്റെ താഴെ ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കുമല്ലോ, അത് നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ആ 4 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 പീസാണ് ഇതിന് വരുന്നത്.
ഈ 4 പീസിനെയും കൂടി നമ്മൾ ജോയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്കിത് 4 പീസും ജോയിന്റ് ചെയ്ത് കൊടുക്കാം. ഫ്രില്ല് വെക്കുന്നതിനുള്ള 4 പീസുകൾ നമ്മൾ ജോയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിട്ട സൈഡ് എടുക്കണം. അവിടെ നിന്നാണ് നമ്മൾ ഫ്രില്ല് വെക്കാൻ തുടങ്ങുന്നത്. ആദ്യം ഒരു ഇഞ്ചോളം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ പ്ലീറ്റുകൾ എടുത്ത് ഞാൻ ഈ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കല്ലോ അല്ലേ? ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ എടുത്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി വലിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കരുത്. അത്യാവശ്യം ചെറിയ പ്ലീറ്റ് ഇടുന്നതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ ഭംഗിയുള്ളത്. അതുപോലെ തന്നെ നമ്മൾ 4 പീസ് ഇട്ടാണ് നമ്മൾ ഈ ഫ്രില്ലിനുള്ള തുണിയെ ജോയിന്റ് ചെയ്തെടുക്കുന്നത്. അത് ബിഗിനേഴ്സ് ആണെങ്കിൽ അവർക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഈ പ്ലീറ്റ് ഇട്ട് വരുമ്പോൾ കൂടുതൽ തുണി കിടക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ തികയാതെ വരുന്നതിനും സാധ്യതയുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 2 പ്ലീറ്റ് 2 തുണി ജോയിന്റ് ചെയ്ത ഭാഗം വരെ വരുമ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന മറുവശം ഉണ്ടല്ലോ, ഇങ്ങേ സൈഡ്, അവിടെ വരുമ്പോഴത്തേക്കിന് ആ 2 ഭാഗം തീരുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള തുണിയെ കിട്ടും. അതല്ല എങ്കിൽ നമുക്ക് അഴിച്ച് വീണ്ടും ചെയ്യേണ്ടി വരും. ഇതിപ്പം ഞാൻ 2 പീസ് ജോയിന്റ് ചെയ്ത തുണിയാണിത്. ഇത് വന്നപ്പോൾ നമ്മളിവിടെ ഈ മറുവശം സ്റ്റിച്ച് ചെയ്ത ഭാഗമാണിത്. ഇവിടെ വന്നപ്പോഴേക്ക് തീർന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇത് പൂർണ്ണമായിട്ടും ഫ്രിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുത്തിട്ടുണ്ട്. പതിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വശത്ത് കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് മുകളിൽ കൂടി അടിക്കുന്നതിനെയാണ് പതിച്ചടിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഈ ഫ്രിൽസ് എത്രത്തോളം അകലത്തിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, എത്രത്തോളം വലുപ്പത്തിലാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. അതിനുശേഷം നമുക്ക് ഇതിന്റെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. മടക്കി അടിക്കുന്നത് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മടക്കി ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ അടിച്ചു കൊടുക്കണം. ഇതാണ് ഇന്നത്തെ നമ്മുടെ നൈറ്റി ഫ്രോക്കിന്റെ ഫൈനൽ ലുക്ക്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.